ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ പിന്നെ വന്നേ, പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേ. ഇന്ന് ലക്ഷദ്വീപ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ, അതും റേഷൻ അരി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ആ കമൻറ്റിൽ കൂടെ എന്നോട് അറിയിക്കുക. എന്തെങ്കിലും പോരായ്മ, എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അതും കമൻറ്റിൽ കൂടെ എന്നെ അറിയിക്കണേ. എന്നാലാണ് എനിക്ക് പുതിയ വീഡിയോസ് ഇടുന്നേരം അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്താക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൊന്ന് ഞെക്കി പൊട്ടിക്കുകയും ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എന്നാൽ പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 500 അരി, റേഷൻ അരി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 വലിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, മല്ലിച്ചപ്പും കറിവേപ്പിലയും, അരമുറി തേങ്ങേൻ്റെ പാല്, 2 മീഡിയം സൈസ് തക്കാളി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകാൻ വെക്കുക. ചൂടാകാൻ ശേഷം നമുക്ക് അതിലേക്ക് എന്താക്കുക, സൺഫ്ലവർ ഓയിൽ വെച്ച്, ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കൽ അതാണ് എടുത്തത്. കാരണം വെളിച്ചെണ്ണ എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. ചോറ് വെക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് എന്താക്കുക, എടുത്ത് വെച്ച പട്ടയും ഗ്രാമ്പും പെരുംജീരകവും ഇടുക. പെരുംജീരകം ഒന്ന് പൊട്ടട്ടെ, നല്ലോണം പൊട്ടിക്കോട്ടെ. പൊട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം പച്ചയോടാണെങ്കിൽ അതിൻ്റെ പച്ച ഇത് കടിക്കുകയുള്ളൂ. പൊട്ടിയാൽ അതിൻ്റെ മണം ഉണ്ടാവും, വെള്ളത്തിൽ ആ മണവും കിടക്കും, നല്ല രസവും ഉണ്ടാവും, ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നല്ലോണം പൊട്ടിക്കുക. പൊട്ടുന്നത് വരെ ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടേനു. ചിക്കൻ പൊരിക്കുന്നതിൽ വെളുത്തുള്ളി, ഇഞ്ചിയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, ഉപ്പ്, ലേശം സുറുക്കി ഒഴിച്ചിട്ട് നല്ലോണം പെരക്കി വെച്ച ചിക്കനാണ്. അത് നല്ലോണം പൊരിയാൻ വേണ്ടി നേരത്തെ വെച്ചിട്ടുണ്ടേനു. അതൊന്ന് പൊരിഞ്ഞോട്ടെ, അത് മറിച്ചിടുക. അത് നല്ലോണം പൊരിഞ്ഞോട്ടെ. പൊരിഞ്ഞാൽ എന്താക്കുകയുള്ളൂ, നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിനെ കൊണ്ട് നമ്മൾ വിസിലടിക്കുകയല്ലോ, കുക്കറിലല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് മാറിപ്പോൾ പൊരിഞ്ഞിട്ടില്ലെങ്കിൽ എന്താക്കും, അത് ചിക്കൻ അപ്പാട് ഉടഞ്ഞു പോകും. അതിനാണ് നമ്മൾ പൊരിഞ്ഞോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച വലിയുള്ളി നമുക്കിടാം. സവാള വലിയുള്ളി നമുക്കിട്ട്, നമ്മൾ പയ്യോളിക്കാർ വലിയുള്ളി എന്നാണ് പറയുക, അതുകൊണ്ടാണ് വലിയുള്ളി എന്ന് പറഞ്ഞത്. സവാള എടുത്ത് വെച്ച് സവാള നല്ലോണം എന്താക്കുക, നമ്മൾ വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുന്നതിന് ലേശം ഉപ്പിട്ടിട്ട് വേണം നമ്മളെന്താക്കുക, സവാള വഴറ്റുന്നത്. സവാള ഉപ്പിടുന്നത് എന്തിനാണെന്നറിയാം, അത് വേഗം ഇതായി കിട്ടും, വഴന്ന് കിട്ടും ഉപ്പിട്ടാൽ. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇത് പിടിക്കും. ഉപ്പിട്ടാൽ അത് വേഗം ഉണ്ടാക്കും, വഴന്ന് റെഡിയായി കിട്ടും. അതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് എന്താക്കുക, സവാള വഴറ്റിക്കൊണ്ട് നിൽക്കുക. ഒന്ന് ബ്രൗൺ കളറാവട്ടെ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം എല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കുക, എടുത്ത് വെച്ച തക്കാളി അതിലേക്ക് ഇടുക. എടുത്ത് വെച്ച തക്കാളി, ഞാൻ നേരത്തെ എടുത്ത് വെച്ച തക്കാളി ഇല്ലേ, അത് അതിലേക്ക് ഇടുക. തക്കാളി ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സാക്കുക. ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് ബ്രൗൺ കളർ. അതിലേക്ക് എന്താക്കുക, ആ ഉള്ളിയും തക്കാളി ഇട്ടതിലേക്ക് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മല്ലിച്ചപ്പും കറിവേപ്പിലയും അതെല്ലാം കൂടി അതിലേക്ക് ഇടുക. നല്ലോണം എല്ലാം ഒന്ന് നല്ലോണം ശരിയായി നല്ലോണം അടിഞ്ഞ് വരുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് നല്ലോണം ഒന്ന് അടിഞ്ഞ് വരുന്ന രൂപത്തിൽ, നല്ല എല്ലാം ഒന്ന് ഈ കോലത്തിലാക്കി എടുക്കണം നിങ്ങൾ വഴറ്റിയിട്ട്. ഇതേ രീതിയിലേക്ക് ഇതേപോലെ നല്ലോണം അയന്ന് വരുന്ന രൂപത്തിൽ ഇട്ടിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എല്ലാം ഒന്ന് മിക്സാക്കുക. എല്ലാം മിക്സാക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നിങ്ങളെന്താക്കണം, വഴറ്റി കൊടുക്കണം. പച്ച മണം ഒന്ന് മാറണം. പച്ച മണം മാറാണ്ട് ഇതിൽ തേങ്ങാപ്പാൽ വാർന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താക്കുക, പച്ച മണം മാറുന്നത് വരെ നിങ്ങളെന്താക്കുക, വഴറ്റിക്കൊണ്ട് നിൽക്കുക. പച്ച മണം മാറുന്നത് വരെ വഴറ്റുക.
പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പൊരിക്കാൻ വെച്ച ചിക്കനില്ലേ, അത് നല്ലോണം അപ്പുറം ഇപ്പുറം പൊരിച്ചതിന് ശേഷം ഞാൻ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം പൊരിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാറ്റി വെച്ചത്. ആ ചിക്കൻ എന്താക്കുക, നമുക്ക് ഇതിലേക്ക് ഇടുക. ചിക്കൻ ഇതിലേക്കിട്ട് ഞാൻ ചിക്കൻ ഇതാക്കി പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്കിടുക. ഇതിലേക്കിട്ടിട്ട് ചിക്കനും ഈ മസാലക്കൂട്ടും, അതായത് വെളുത്തുള്ളിയും ഇഞ്ചീൻ്റെതും എല്ലാം നമ്മൾ ഇതാക്കി വെച്ച വഴറ്റി വെച്ചിട്ടില്ലേ, മറ്റേ മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റി വെച്ചതല്ലേ, അതൊക്കെ ഒന്ന് എല്ലാത്തിനും കൂടി എന്താക്കുക, മിക്സാക്കുക. ചിക്കനിലേക്കൊന്ന് പിടിച്ചോട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ വരാം. തേങ്ങാപ്പാൽ വെച്ചാൽ ഞാൻ ഒരു കപ്പ് അരിയാണ് ഇട്ടത്. 1 കപ്പ് റേഷൻ അരിയാണ്. 1 കപ്പ് റേഷൻ അരിയാനെ കൊണ്ട് 2 കപ്പ് 2.5 കപ്പ് വെള്ളം വേണം. അതിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ്, 1.5 കപ്പ് പച്ചവെള്ളം ഞാൻ ഒഴിച്ചത്. അതായത് 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം ഒന്ന് നോക്കണേ. 2.5 കപ്പ് വെള്ളം വെച്ച് നമ്മളെന്താക്കുക, ഉപ്പൊന്ന് നോക്കുക. കാരണം ഞാൻ ചിക്കൻ പൊരിക്കുന്നതിൽ ഉപ്പിട്ടിക്ക്, ഉള്ളി വാറ്റുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്താക്കി, പിന്നെ ഞാൻ ഉപ്പിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എന്താക്കാം, അരി ഇടാം. അരി ഇട്ടിട്ട് നല്ലോണം എന്താക്കി ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കണേ അരി ഇട്ടാൽ. കാരണം എന്താണെന്നറിയോ, റേഷൻ അരിയാനെ കൊണ്ട് മാത്രമല്ല, നമ്മൾ അരി ഇട്ടാൽ ഇളക്കണം. ഇളക്കിക്കില്ല കട്ട പിടിക്കും. കട്ടയായിട്ട് അതിലുണ്ടാവും, ഉരുണ്ടുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താക്കുക, കട്ട പിടിക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ നല്ലോണം ഇളക്കണം എന്ന് പറയുന്നത്. നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലോണം ഇളക്കി റെഡിയാക്കി നമ്മളെന്താക്കുക, കുക്കറിൻ്റെ മൂടിട്ട് 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതോടുകൂടി സ്വാദിഷ്ടമായ ലക്ഷദ്വീപ് ബിരിയാണി റെഡി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. അതൊന്നും മറക്കല്ലേ നിങ്ങൾ. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം.